അസൈൻമെന്റ് എല്ലാം ചെയ്തോ? ആരൊക്കെ അസൈൻമെന്റ് ചെയ്യാത്ത? ചെയ്തില്ല? ഓക്കെ ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കും. പിന്നെ അടുത്ത് നമ്മള് ഡ്രാഫ്റ്റിംഗാ പഠിക്കണേ. എല്ലാവരും കൂടെ ശ്രദ്ധിക്കും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ 2 ഡ്രാഫ്റ്റിംഗിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്. അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: യു ആർ കമ്പനി സെക്രട്ടറി ഓഫ് ഹിമാചൽ കെമിക്കൽസ് ലിമിറ്റഡ്, pursuant to applicable provisions of Companies Act 2013, draft a board resolution to approve and adopt a new CSR policy. പുതിയൊരു CSR പോളിസി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബോർഡ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വരുന്ന എക്സാമിൽ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. You are Company Secretary of Himachal Chemicals Limited, pursuant to applicable provision of Companies Act 2013, draft a board resolution for constitution of CSR committee. ഒരു CSR കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബോർഡ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSRന്റെ അവസാനത്തെ പാർട്ടിലുണ്ട്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ടോപ്പിക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മാത്രമല്ല ഒരു കമ്പനി ലക്ഷ്യം വെക്കേണ്ടത്. ആ കമ്പനി ഒരു നാടിന്റെ എക്കണോമിക് ആയിട്ടും അതേപോലെ സോഷ്യൽ ആയിട്ടും പിന്നെ നാച്ചുറൽ ആയിട്ടും ഉള്ള ആ നാടിന്റെ ബെനിഫിറ്റിനെ കമ്പനി മുൻകൂട്ടി കാണണം. എങ്ങനെ വെച്ചാൽ വാട്ട് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിന് യുണൈറ്റഡ് നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തന്നെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ corporate social responsibility is a management concept whereby the companies integrate social and environmental concerns in their business operations and interacting with their stakeholders. CSR is generally understood as being the way through which a company achieves a balance of economic, environmental and social imperatives. Triple bottom line approach, while at the same time addressing the expectation of shareholders and stakeholders. CSR എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് ആണ്. എന്താണ് ഈ മാനേജ്മെന്റ് കൺസെപ്റ്റ്? സാധാരണ മാനേജ്മെന്റ് കൺസെപ്റ്റിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് കമ്പനീനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒന്നിനെയാണ് മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ CSR പോളിസി CSR എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് ആണ്. അതിൽ എന്തെല്ലാം വരും? സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റ് കൺസേൺസ് ഇൻ ദെയർ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് സാമൂഹികപരമായും പിന്നെ പരിസ്ഥിതിപരമായിട്ടുള്ള ബിസിനസ് ഓപ്പറേഷൻസും അത് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കണക്ഷനും പാടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ? ഇല്ല. അപ്പോ ഞാനൊരു കമ്പനിയാണ്. ആ കമ്പനിന്റെ മെയിൻ ഉദ്ദേശം എന്താ? എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ലാഭം ഉണ്ടാക്കണം. ലാഭം ഉണ്ടാക്കിയിട്ട് എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അതിൻ്റെതായ ഡിവിഡൻഡ് കൊടുക്കണം. അതാണ് എൻ്റെ കമ്പനീൻ്റെ ഉദ്ദേശം. പക്ഷേ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറയുന്നത് നിങ്ങൾ ലാഭം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, നിങ്ങൾ സോഷ്യലായിട്ടും അതേപോലെ എൻവിറോൺമെന്റലായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ പൗരനാകുമ്പോൾ നമുക്ക് കുറെ റൈറ്റ്സും ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസും ഉണ്ട്.
അതേപോലെ ഒരു കമ്പനി ലാഭം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അവിടുത്തെ ആ രാജ്യത്തിന്റെ നാട്ടുകാർക്ക് എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ കമ്പനി ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനിയാ വിചാരിച്ചു, ആ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു പരിസ്ഥിതിപരമായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവർ കൊടുക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, മരം നടുക, പിന്നെ ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇപ്പൊ ചില കമ്പനികളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടാവും, ടാറ്റ ഇന്ന എന്താ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന അവസ്ഥ. അപ്പൊ മൂന്നാറിലൊക്കെ നിങ്ങള് കേക്കും പിന്നെ അതേപോലെ ഈ പാക്കറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ ടാറ്റന്റെ ഓരോ കമ്പനീസിനെ നിങ്ങളെ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കമ്പനി ചെയ്തു കൊടുക്കണം. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവർ ലാഭം മാത്രം ഉണ്ടാക്കിയാൽ പോരാ, അതായത് ആ കമ്പനി ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് അപ്പുറം തന്നെ ആ കമ്പനി സോഷ്യലായിട്ടും അതേപോലെ എൻവിറോൺമെന്റ് ആയിട്ടും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആ രാജ്യത്തെ നാട്ടുകാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തിന് സംഭാവന ചെയ്യണം. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം ഇതിന്റെ ആൻസർ. ഇതിൽ UNDP എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എ മാനേജ്മെന്റ് കൺസെപ്റ്റ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജ്മെന്റ് കൺസെപ്റ്റ് ആണ്. മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത, നമ്മളൊരു റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവും. ഇന്ന കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന റൂൾസും പോളിസീസും ഒക്കെ വേണം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വേർ ബൈ അതിൽ ഇന്റഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അതിന് കൂട്ടി സംയോജനപ്പെടുത്തുക, അതായത് കൂട്ടിച്ചേർക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ കൺസേൺസ്, അതായത് സോഷ്യൽ ആയിട്ടുള്ള അതേപോലെ പരിസ്ഥിതിപരമായിട്ടുള്ള എല്ലാ കൺസേൺസിനെയും സംയോജിപ്പിക്കുക ഇൻ ദയർ ബിസിനസ് ഓപ്പറേഷൻ, അവരുടെ ബിസിനസ് ഓപ്പറേഷനിൽ അവർ സംയോജിക്കുക. ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് ദയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആ കമ്പനി അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ സമ്മതം കിട്ടിയാലേ ഉള്ളൂ ഇങ്ങനത്തെ CSR പോളിസിയിൽ എന്തൊക്കെ ചെയ്യണം, ഏത് ആക്ടിവിറ്റിയിൽ നമ്മൾ ചെലവഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി തമ്മിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സ്റ്റേക്ക് ഹോൾഡറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മൾ ഇങ്ങനെ CSR പോളിസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇന്ന ഇത്ര പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ ആക്ടിവിറ്റിന് കൊടുക്കാൻ പറ്റില്ല. അത് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഇന്ററാക്ട് ചെയ്തിട്ട് മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. അതാണ് UN നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് CSR കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ. CSR is generally understood as being the way through which a company achieves a balance of economic, environmental and social imperatives. Triple bottom line approach എന്ന് പറയുന്നത് ഇതിലാണ്. Imagine a company has 3 important goals: economic, making a profit to survive and grow; social, being kind to employees, customers, society; environmental, protecting the planet. ഒരു ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ 3 നല്ല, ഇതിൽ 3 ഒബ്ജക്റ്റീവ്സ് ആണ്. ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം, ആ കമ്പനി സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് പീപ്പിളിന് കൊടുക്കണം, ആ കമ്പനി എൻവിറോൺമെന്റലായിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കണം. അതാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷന് മീറ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് UN നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് CSR കൊടുക്കുന്ന ഡെഫിനിഷൻ. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് കൊടുത്താൽ മതി, എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് പഠിച്ച് കൊടുത്താൽ മതി. അത് ആ പ്രസന്റേഷന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മതി. ഇത് ഇനി CSRന്റെ ഒരു 2 എക്സാമ്പിൾ ആണ്. 1000 സ്കൂൾ പ്രോഗ്രാം, അതേപോലെ തന്നെ മഹീന്ദ്രന്റെ നൻഹി കാലി. ഈ 1000 സ്കൂൾ പ്രോഗ്രാമിൽ എന്താ വെച്ചാൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, എലിമെന്ററി സ്കൂൾ എഡ്യൂക്കേഷൻ സർവീസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് 1000 സ്കൂൾ പ്രോഗ്രാം. ഇത് ചിൽഡ്രൻസിനും യൂത്തിനും കൊടുക്കണം, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ഒരു എന്താ പറയാ ഒരു പ്രൊജക്റ്റ് ആണ്. ഈ 1000 സ്കൂൾ പ്രോഗ്രാമിലൂടെ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടാറ്റയാണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. അടുത്തത് മഹീന്ദ്രന്റെ നൻഹി കാളി, അതായത് ഗേൾസിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു തരം പ്രൊജക്റ്റ് ആണ് നൻഹി കാളി. ഇത് മഹീന്ദ്രയാണ്. മഹീന്ദ്ര കേട്ടില്ലേ, മഹീന്ദ്രന്റെ വണ്ടികളൊക്കെ.
ഓക്കെ, ഈ 2 പ്രോജക്റ്റ് ആണ്. ഇങ്ങനെ പലതരം പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പൊ ഇൻഫോസിസിന്റെ പല പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാവും, ഒരുതരം ബ്രിഡ്ജ് ഉണ്ടാവും. അവിടെ ഇൻഫോസിസ് തിരുവനന്തപുരത്ത് ഇൻഫോസിസ് ഉണ്ട്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു തരം ബ്രിഡ്ജ് ഉണ്ടാവും ആ മെഡിക്കൽ കോളേജിലായിട്ട്. ഇങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്തൊരു ബ്രിഡ്ജാണ്. അപ്പൊ അതൊക്കെയാണ് അതിന് CSRന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തത് നമ്മളെ ടോപ്പിക്ക് വരാം. ഫസ്റ്റ് നമ്മൾ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം സെക്ഷൻ 135. CSRന്റെ സെക്ഷൻ ആണ് സെക്ഷൻ 135. ഹെഡിങ് ആയിട്ട് എഴുതിക്കോ, സെക്ഷൻ 135. Section 135 of Companies Act 2013, the CSR provision is applicable to companies which fulfills any following criteria during immediately preceding financial year. Financial year ഏതെങ്കിലും കമ്പനീസ് ഇതിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ CSR കമ്മിറ്റി രൂപീകരിക്കണം. അതായത് CSR കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞാല് ഇതൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 177 ഓർത്തിരും, ഓഡിറ്റ് കമ്മിറ്റി. അതേപോലെ ഈ CSRന് അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് CSR കമ്മിറ്റി. അപ്പോ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ചില കമ്പനീസുകൾ ഇത്ര ലിമിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ CSR കമ്മിറ്റികൾ രൂപീകരിക്കണം. ഏതെല്ലാമാണ് കമ്മിറ്റി? ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ട സാധനങ്ങളാണ് നെറ്റ് വർത്ത്, ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത്. അത് എങ്ങനെ? ഫിനാൻഷ്യൽ ഇയറിൽ, പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ. നെറ്റ് വർത്ത് 500 കോടിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി CSR കമ്മിറ്റി രൂപീകരിക്കണം. ടേൺ ഓവർ 1000 കോടിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി CSR കമ്മിറ്റി രൂപീകരിക്കണം. നെറ്റ് പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി CSR കമ്മിറ്റി രൂപീകരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ആ കമ്മിറ്റി നിർബന്ധമായിട്ടും CSR കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ്. ഇത് 3 എണ്ണല്ല, ഓരോന്ന്. ഇപ്പൊ ഒരു കമ്മിറ്റിക്ക് ചിലപ്പോൾ ടേൺ ഓവർ 1000 കോടി ഉണ്ടാവില്ല, പക്ഷെ നെറ്റ് പ്രോഫിറ്റ് 5 കോടി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി CSR കമ്മിറ്റി രൂപീകരിക്കണം. അതായത് ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ CSR കമ്മിറ്റി രൂപീകരിക്കണം. അടുത്തത് നമ്മൾ സെക്ഷൻ 135 പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു റൂളും കൂടി ഉണ്ട്. ദി കമ്പനീസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി റൂൾസ് 2014. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 135ന്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട ഒരു റൂളാണ് കമ്പനീസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി റൂൾസ്. അത് പറയുന്നത് ഇപ്പോ ഏതെങ്കിലും ഒരു കമ്പനി ഈ 3 കണ്ടീഷൻ ഇല്ലേ, അതിൽ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനി, അതിന്റെ സബ്സിഡറി കമ്പനി, അതിന്റെ ഫോറിൻ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ, ഇവരെല്ലാവരും ആ CSR കമ്മിറ്റി രൂപീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് റൂൾ 3 പറയുന്നത്. Rule 3 of CSR rules, the CSR provision will also applicable to every company, including its holding company, subsidiary company, and a foreign company having its branch office or project office in India. മോള് പറഞ്ഞ 3 ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ആ കമ്പനിന്റെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡറി കമ്പനിയോ ഫോറിൻ കമ്പനി ഹാവിംഗ് ഇസ് ബ്രാഞ്ച് ഓഫീസ് ഓർ പ്രൊജക്ട് ഓഫീസ് ഇൻ ഇന്ത്യ, അവരെല്ലാവരും ഈ CSR കമ്മിറ്റി പോളിസി, അതായത് CSR കമ്മിറ്റി പോളിസി അവരുടെ മേൽ അപ്ലിക്കബിൾ ആണ്. Provide that the company having any amount is unspent. ഇതിലൊരു റിലാക്സേഷൻ വരുന്നുണ്ട്. ഒരു കമ്പനിന്റെ സ്പെൻഡിങ് CSR എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ആ കമ്പനിക്ക് ഇത്ര ടേൺ ഓവറും ഇത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനമാണ് ആ കമ്പനി CSRന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത്. ആ മാറ്റിവെക്കുന്ന എമൗണ്ട് 50 ലക്ഷത്തിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മതി. അതാണ് സെക്ഷൻ 135(9) പറയുന്നത്.
As per section 135(9) of the committee, where the amount to be spent by a company under section 135 subsection 5 of Companies Act 2013 does not exceed 15 lakh, the requirement under section 135 subsection 1 for constitution of CSR committee shall not be applicable, and the function of such a committee provided this shall in such cases discharged by board of directors of such a company. അതായത് അവരുടെ CSR എക്സ്പെൻഡിച്ചർ, അവരുടെ സ്പെൻഡിങ് 50 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവരുടെ ഡ്യൂട്ടീസ് എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മേലിലാണ് പോവുക. ഇതാണ് ആ പോയിന്റ് പറയുന്നത്. മനസ്സിലായോ? ഇല്ല? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നെറ്റ് വർത്ത് 500 കോടിക്ക് മുകളിൽ, ടേൺ ഓവർ 1000 കോടിക്ക് മുകളിൽ, നെറ്റ് പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിൽ, ഇവർക്ക് ഈ ഇത്ര നെറ്റ് വർത്തും നെറ്റ് പ്രോഫിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് നിശ്ചിത CSR എമൗണ്ട് ഉണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ ലീഗൽ പ്രൊവിഷൻസ് പ്രകാരം ഇത്ര എമൗണ്ട് നിങ്ങൾ CSRന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ആ എമൗണ്ട് 50 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനി ആകുമ്പോൾ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡർ കമ്മിറ്റി ഉണ്ട്, അതേപോലെ അതിൽ പെട്ടൊരു കമ്മിറ്റിയാണ് CSR കമ്മിറ്റി. ഇപ്പൊ ആ കമ്പനി എന്താ നെറ്റ് വർത്ത് 500 കോടിക്ക് മുകളിലാണ്, ടേൺ ഓവർ 1000 കോടിക്ക് മുകളിലാണ്, നെറ്റ് പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലാണ്. അതേപോലെ തന്നെ റൂൾ 3 പ്രകാരം ആ കമ്പനീന്റെ ഹോൾഡിംഗ് കമ്പനിയോ സബ്സിഡറി കമ്പനിയോ ഫോളോയിങ് കമ്പനിയോ ഇവരെല്ലാം CSR കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ്. ആ കമ്പനിയിൽ CSR എക്സ്പെൻഡിച്ചർ, അതായത് ഒരു നിശ്ചിത എമൗണ്ട് CSRന് വേണ്ടി മാറ്റി വെക്കണം. അത് മനസ്സിലായില്ലേ? ഒരു നിശ്ചിത എമൗണ്ട് CSRന് വേണ്ടി മാറ്റി വെക്കണം. ആ എമൗണ്ട് 50 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആ ഡ്യൂട്ടീസും അവരുടെ ആ ഫങ്ഷൻസും നേരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മുകളിലാണ്. അത് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇതുവരെ ക്ലിയർ ആകാത്ത എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഉദാഹരണത്തിന്, സപ്പോസ് XYZ ലിമിറ്റഡ് ഹാസ് എ CSR ഒബ്ലിഗേഷൻ. XYZ എന്ന കമ്പനിക്ക് CSR ഒബ്ലിഗേഷൻ 30 ലക്ഷമാണ്. അതെന്താണ്? 50 ലക്ഷത്തിനേക്കാൾ താഴെയാണ്. പ്രൊവിഷൻ പ്രകാരം 50 ലക്ഷത്തിനേക്കാൾ താഴെയാണ്. ആസ് പെർ സെക്ഷൻ 135(9) XYZ ലിമിറ്റഡ് ഡസ് നോട്ട് നീഡ് ടു ഫോം CSR കമ്മിറ്റി. ആ കമ്പനിക്ക് XYZ ലിമിറ്റഡിന് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ CSR എക്സ്പെൻഡിച്ചർ, അതായത് CSR ഒബ്ലിഗേഷൻ 30 ലക്ഷമാണ്, 50 ലക്ഷത്തിനേക്കാൾ താഴെ. Instead of its board of directors will handle all CSR related responsibilities. CSRന്റെ എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചുമതല വഹിക്കുന്നത്. മനസ്സിലാവാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ നമ്മുടെ പ്രൊവിഷൻ പ്രകാരം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഡെഫിനിഷൻ പറഞ്ഞത് UN-ന്റെ ഡെഫിനിഷൻ ആണ്. പക്ഷെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ എന്താണ് CSRന് ഡെഫിനിഷൻ കൊടുക്കുന്നത്? Corporate social responsibility means activities undertaken by a company in pursuance of its statutory obligation laid down in section 135 of the Act. Section 135 of the Companies Act ൽ പറയുന്ന ഏതൊരു കമ്പനി ആണെങ്കിലും അതാണ് CSR റെസ്പോൺസിബിലിറ്റി അണ്ടർടേക്കൺ ചെയ്യുന്ന കമ്പനി. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ദി ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ എ കമ്പനി. ഒരു കമ്പനി അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻ പെർസൂവൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ലേഡ് ഓൺ സെക്ഷൻ 135 ഓഫ് ദി ആക്ട്. അതായത് സെക്ഷൻ 135 പറയുന്ന കമ്പനീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ്, CSR ഒബ്ലിഗേഷനിൽ അടിയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇല്ലല്ലോ. അതായത് ഇപ്പൊ 3 കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അയ്യോ, ഉദാഹരണത്തിന്
If a pharmaceutical company creates a new medicine as a part of its regular work, it cannot claim CSR. However, it collaborates. Sorry. Okay. CSR എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ നിങ്ങൾ സോഷ്യലായിട്ട് അതേപോലെ എൻവിറോൺമെന്റലായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ആ നാടിന് കൊടുക്കണം എന്ന് പറഞ്ഞില്ല, അതിനെല്ലാം നമ്മളൊരു ആക്ടിവിറ്റീസ് ആയിട്ട് കണക്കാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ സോഷ്യലായിട്ട് ഒരു കമ്പനി സോഷ്യലായിട്ട് അതേപോലെ തന്നെ എൻവിറോൺമെന്റലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഹെഡിൽ നിങ്ങൾ കൊടുക്കുക. ഇനി നമ്മുടെ നേരത്തെ സെക്ഷൻ 135 വർക്ക്. സെക്ഷൻ 135 എന്താ പറയുന്നത്? ഒരു കമ്പനീന്റെ നെറ്റ് വർത്ത് 500 കോടിക്ക് മുകളിലോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 5 കോടിക്ക് മുകളിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി CSR കമ്മിറ്റി രൂപീകരിക്കണം. CSR കമ്മിറ്റി മാത്രം രൂപീകരിച്ചാൽ പോരാ, അവർ ചില ആക്ടിവിറ്റീസ് നടത്തണം. ആ ആക്ടിവിറ്റീസ് ആണ് സോഷ്യൽ ആയുള്ള എൻവിറോൺമെന്റ് ആയുള്ള ആക്ടിവിറ്റീസ്. അത് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിനേഷൻ വായിക്കുക. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ എ കമ്പനി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനി അതിന്റെ കീഴിൽ നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇൻ പെർസൺസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ലേഡ് ഡൗൺ സെക്ഷൻ 135 ഓഫ് ദി ആക്ട്. അതായത് സെക്ഷൻ 135ന്റെ അടിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആയിട്ട് പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സെക്ഷൻ 135 സാറ്റിസ്ഫൈ ചെയ്ത ഒരു കമ്പനി CSR കമ്മിറ്റി രൂപീകരിച്ച് ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ചാർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി സെക്ഷൻ 135ന്റെ കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ കമ്പനി എന്ത് ചെയ്തു? CSR കമ്മിറ്റി രൂപീകരിച്ചു. ഈ CSR കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതായത് സെക്ഷൻ 135 പറയുന്ന ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസിനാണ് CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത്രയുള്ള ഈ ഫസ്റ്റത്തെ പറയുന്നത്. മനസ്സിലാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും CSR ആക്ടിവിറ്റീസ് ആവില്ല. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് CSR ആക്ടിവിറ്റീസ് ആവാത്തത്? ഒന്നാമത്തെ, ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ഇൻ പെർസൂവൻസ് ഓഫ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ദി കമ്പനി. ആ കമ്പനി അവരുടെ പ്രൊഡക്റ്റ് വിറ്റു, അത് അവരുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. അത് CSR ആക്ടിവിറ്റിയിൽ പെടൂല. മനസ്സിലായില്ലേ? അതായത് ആ കമ്പനി പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റു, അത് അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. അത് CSR ആക്ടിവിറ്റീസിൽ പെടൂല. ഓക്കെ, ഇത് പിന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് ഈ സംഭവം എന്ന് വെച്ചാല് കോവിഡുമായി ബന്ധപ്പെട്ടൊരു പ്രൊവിഷനാണ് പറയുന്നത്. അതായത് കോവിഡിൽ വാക്സിൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ CSR ആക്ടിവിറ്റീസ് ആയിട്ട് ഗവൺമെന്റ് കണക്കാക്കിക്കണം. അപ്പോൾ ഈ പ്രൊവിഷൻ നിങ്ങൾക്ക് അത് 2022-23 വരെ ഉള്ളൂ ഉണ്ടായിരുന്നത്, അതിനെ ഒഴിവാക്കാം. പിന്നെ അടുത്തത് പറഞ്ഞാല് എനി ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ഇത് കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ ഈ CSR ഒബ്ലിഗേഷൻ എന്നിട്ട് കമ്പനിയുടെ ഒരു പ്രൊവിഷനായിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ബെനിഫിറ്റ് ഇല്ലാതെ പുറത്ത് ഞാനൊരു CSR ആക്ടിവിറ്റി ചെയ്തു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ല. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചെയ്യണം. ഇന്ത്യക്ക് പുറത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ CSR ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കൂല. മനസ്സിലായില്ലേ? ഓക്കെ, അതില് എക്സെപ്ഷൻ പറയുന്നത് ഇപ്പൊ നീരജ് ചോപ്ര ആരാ? ജാവലിൻ ത്രോ. അപ്പോ ടാറ്റ എന്ന് പറഞ്ഞൊരു കമ്പനി നീരജ് ചോപ്രന്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പുറത്ത് എന്തെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാമോ എന്തെങ്കിലും ഒളിമ്പിക്സിന് ഇന്ത്യക്ക് മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീരജ് ചോപ്രക്ക് പുറത്തൊരു ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് CSR ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാം. അത് ഇതിനൊരു എക്സംഷൻ ആണ്. അതായത് എനി ആക്ടിവിറ്റി അണ്ടർടേക്കൺ ബൈ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് പുറത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അത് CSR ആക്ടിവിറ്റി ആയിട്ട് പെടില്ല. പക്ഷെ
നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി, അതായത് എക്സെപ്റ്റ് ട്രെയിനിങ് ഓഫ് ഇന്ത്യൻ സ്പോർട്സ് പേഴ്സണൽ റെപ്രസെന്റിംഗ് എനി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി അറ്റ് നാഷണൽ ലെവൽ ഓർ ഇന്ത്യ അറ്റ് ഇന്റർനാഷണൽ ലെവൽ, അത് നാഷണൽ ലെവലോ ഇന്റർനാഷണൽ ലെവലോ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ യൂണിയനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നീരജ് ചോപ്രനെ ഓർത്താൽ മതി. ഒളിമ്പിക്സിലൊക്കെ അദ്ദേഹം ജാവലിൻ ചെയ്തിട്ട് പുറത്ത് ഏതെങ്കിലും കൺട്രീസിൽ ഇയാൾക്ക് ട്രെയിനിങ് പ്രോഗ്രാം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് CSR ആക്ടിവിറ്റീസിൽ പെടും. പിന്നെ അടുത്തത് കോൺട്രിബ്യൂഷൻ ടു എനി പൊളിറ്റിക്കൽ പാർട്ടി. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് CSR ആക്ടിവിറ്റിയിൽ പെടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ DYFIന്റെ ഉച്ച യൂണ് എന്ന് പറഞ്ഞിട്ട് ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉച്ചയൂണ് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ CSR ആക്ടിവിറ്റി പറഞ്ഞിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് CSR ആക്ടിവിറ്റിയിൽ പെടില്ല. മനസ്സിലായില്ലേ? വൈ എന്ന് പറയുന്നത് ആരെ വൈന്ന് വെച്ച്, അതായത് ഇതിൽ പ്രൊവിഷനിൽ പറയുന്നത് നിങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുത്താലും അത് CSR ആക്ടിവിറ്റിയിൽ പെടൂല. പിന്നെ ആ ഉച്ചയൂണിന് നമ്മൾ എന്ത് കൊടുത്താൽ പിന്നെ എങ്ങനെയാ CSR ആക്ടിവിറ്റിയിൽ പെടുന്നത്? പിന്നെ അടുത്തത് പറഞ്ഞാല് ആക്ടിവിറ്റീസ് ബെനിഫിറ്റിംഗ് എംപ്ലോയീസ് ഓഫ് ദി കമ്പനി. അപ്പൊ ആ കമ്പനിത്തെ എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് CSR ആക്ടിവിറ്റിയിൽ പെടൂല. പിന്നെ അടുത്തത് പറയുന്നത് ആക്ടിവിറ്റീസ് സപ്പോർട്ടഡ് ബൈ കമ്പനീസ് ഓൺ സ്പോൺസർഷിപ്പ് ബേസിസ് ഫോർ ഡിറൈവിംഗ് മാർക്കറ്റ് ബെനിഫിറ്റ് ഫോർ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസസ്. നിങ്ങൾ IPL-ഉം വുമൻസ് ലീഗ് കളിക്കുമ്പോൾ ഈ ജേഴ്സിന്റെ അവിടെ ഇങ്ങനെ ഓരോ കമ്പനികളെ സ്പോൺസർഷിപ്പ് ഇങ്ങനെ കാണും. അപ്പൊ നിങ്ങൾ സ്പോർട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ട് CSR ആക്ടിവിറ്റിയിൽ അത് ഉൾപ്പെടാൻ പറ്റില്ല, അതിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം പ്രൊവിഷൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും CSR ആക്ടിവിറ്റീസിൽ പെടൂല. പിന്നെ ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഫുൾഫിൽമെന്റ് ഓഫ് എനി അതർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അണ്ടർ എനി ലോ ഇൻ ഫോഴ്സ് ഇൻ ഇന്ത്യ. ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി അതായത് ഏതെങ്കിലും നിയമത്തിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതും CSR ഒബ്ലിഗേഷനിൽ പെടൂല. ഉദാഹരണത്തിന് ഇപ്പോൾ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഇപ്പൊ ഒരു കമ്പനി പൊല്യൂഷൻ ബാധകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്, റിവേഴ്സിനൊക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവ് ചെയ്യാണ്. അപ്പൊ ആ ആക്ടിവിറ്റീസിന് നിങ്ങൾക്കൊന്നും CSR ആക്ടിവിറ്റി ആയിട്ട് ഉൾപ്പെടാൻ പറ്റില്ല. കാരണം ഇപ്പൊ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ, അതേപോലെ EPF അതായത് നിങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ടിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പിന്നെ ഫാക്ടറീസ് ആക്ടിൽ എന്തെങ്കിലും കാര്യം ഒബ്ലിഗേഷൻ നിങ്ങൾക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിലും പെടില്ല. പിന്നെ മുനിസിപ്പൽ ലോസ്, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്തൊരു കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, ഫയലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും CSR ആക്ടിവിറ്റീസിൽ പെടില്ല. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാലും സെക്ഷൻ 135 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കമ്പനിയും ആ കമ്പനി ഒരു CSR കമ്മിറ്റി രൂപീകരിക്കുകയും ആ CSR കമ്മിറ്റിന്റെ കീഴിൽ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുകയും അതിനെയാണ് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ ആക്ടിവിറ്റീസും CSR ആക്ടിവിറ്റീസ് ആയിട്ട് പെടില്ല. അതിൽ ഒന്നാമത്തെ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ആ കമ്പനിയുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ അത് CSR-ൽ ഉൾപ്പെടില്ല. രണ്ടാമത്തേത് പറഞ്ഞാൽ കമ്പനി പുറത്ത് ഏതെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് പുറത്ത് എന്തെങ്കിലും CSR ആക്ടിവിറ്റീസ് ചെയ്താലും അത് CSR ആക്ടിവിറ്റിയിൽ പെടില്ല. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് CSR ആക്ടിവിറ്റിയിൽ പെടില്ല. പിന്നെ ആ കമ്പനീന്റെ സ്വന്തം എംപ്ലോയീസിന് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിന് അതും CSR ആക്ടിവിറ്റീസിൽ പെടില്ല. പിന്നെ അടുത്തത് ഏതെങ്കിലും കമ്പനീന്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പ് സർവീസസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതും CSR ആക്ടിവിറ്റീസിൽ പെടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനോ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അതും CSR ആക്ടിവിറ്റീസിൽ പെടില്ല. അതാണ് CSR ആക്ടിവിറ്റി. ഇനി CSR പോളിസി. CSR policy means a statement containing the approach and direction given by the board of company, taking into account the recommendation of its CSR committee and includes guiding principles for selecting, implementation, monitoring of activities as well as the annual action plan. CSR policy എന്ന് പറഞ്ഞാലും
അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെല്ലാമാണ്? അപ്രോച്ച് ആൻഡ് ഡയറക്ഷൻ ഗിവൺ ബൈ ദി ബോർഡ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു അപ്രോച്ചും അതേപോലത്തെ ഡയറക്ഷനും തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് CSR പോളിസി എന്ന് പറയുന്നത്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപനം, ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഡർ, ആ കാര്യത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഓർഡേഴ്സ്, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് CSR പോളിസി. എങ്ങനെ? ടേക്കൻ ഇൻ ടു അക്കൗണ്ട് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് CSR കമ്മിറ്റി. CSR കമ്മിറ്റി എന്തെങ്കിലും തരത്തിലുള്ള റെക്കമെൻഡേഷൻ നൽകാനുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ കണക്കാക്കണം, അതിനെയൊക്കെ നമ്മൾ മുൻവിലക്ക് എടുക്കണം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ മുൻവിലക്ക് എടുത്തുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്രോച്ച് ആൻഡ് ഡയറക്ഷൻ ആണ് CSR പോളിസി. അതിൽ എന്തെല്ലാം ഉൾപ്പെടും? ഗൈഡിങ് പ്രിൻസിപ്പൽ ഫോർ സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ആക്ടിവിറ്റീസ്, അതായത് സിം എന്ന് ഓർത്താൽ മതി. അതായത് എങ്ങനെയാ വെച്ചാൽ സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിംഗ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആക്ടിവിറ്റീസും CSR ആക്ടിവിറ്റീസിൽ പെടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ CSR ആക്ടിവിറ്റീസിന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ട്, ഷെഡ്യൂൾ 7. ഈ കാര്യങ്ങളാണ് ഷെഡ്യൂൾ 7. എറാഡിക്കേറ്റിംഗ് ഓഫ് ഹങ്കർ, പോവർട്ടി, മാൽന്യൂട്രീഷൻ, പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി, എൻഷുറിംഗ് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹെറിറ്റേജ്, മെഷേഴ്സ് ഓഫ് ബെനിഫിറ്റ് ആർമഡ് ഫോഴ്സസ് വെറ്ററൻ, ട്രെയിനിങ് ടു പ്രൊമോട്ട് റൂറൽ സ്പോർട്സ്, കോൺട്രിബ്യൂഷൻ ടു പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ട്. ഇങ്ങനത്തെ കുറച്ച് ലിസ്റ്റിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഷെഡ്യൂൾ 7 എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾ 7 കാര്യങ്ങളെ സെലക്ട് ചെയ്യാം. അതായത് ആ ഷെഡ്യൂൾ 7 പറയുന്ന കാര്യങ്ങളെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത കാര്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഈ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യത്തെ ഒന്ന് മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് ഉണ്ടാക്കി, ഏത് തരം ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ബിസിനസ്സിനെ നമ്മൾ നടപ്പിൽ വരുത്തുക. പിന്നെ ഒരു ഓണർ ആണെങ്കിൽ ആ ബിസിനസ്സിനെ ഒന്ന് മോണിറ്റർ ചെയ്യില്ലേ. ഇതേ ആക്ടിവിറ്റീസ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതിൽ ചെയ്യുന്നത്, അതേപോലെ CSR കമ്മിറ്റി ഇതിൽ ചെയ്യുന്നത്. അതായത് ഒരു ഷെഡ്യൂൾ 7 പറഞ്ഞ ഒരു ആക്ടിവിറ്റീസിനെ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്ത ശേഷം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനെ നടപ്പിൽ വരുത്തുക. അത് കഴിഞ്ഞ ശേഷം അതിനെ മോണിറ്റർ ചെയ്യുക, ഇത് കൃത്യമായിട്ട് നടക്കണില്ല എന്ന് മോണിറ്റർ ചെയ്യുക. ഇതെല്ലാമാണ് CSR പോളിസിയിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അടുത്തത് CSR കമ്മിറ്റി. CSR കമ്മിറ്റി consist of 3 directors or more, at least one independent director. CSR കമ്മിറ്റിയിൽ 3 ഡയറക്ടേഴ്സ് ഉണ്ടാവും. 3 ഡയറക്ടേഴ്സും അതോടൊപ്പം തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടാവും. അതാണ് CSR കമ്മിറ്റിന്റെ ടോട്ടൽ സ്ട്രെങ്ത്, അതായത് മിനിമം ടോട്ടൽ സ്ട്രെങ്ത്. ഇത്ര ഡയറക്ടേഴ്സ് CSR കമ്മിറ്റിയിൽ ഉണ്ടാവണം. ഇനി നമ്മള് ലിസ്റ്റഡ് കമ്പനീസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് മിനിമം 3 ഡയറക്ടേഴ്സോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സോ അതിന്റെ ടോട്ടൽ സ്ട്രെങ്ത്തിൽ ഉണ്ടാവണം. അടുത്തത് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ 3 കൂടുതൽ ഡയറക്ടേഴ്സോ അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡന്റ് ഡയറക്ടറെങ്കിലും ഉണ്ടാവണം. പിന്നെ പ്രൈവറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 2 കൂടുതൽ ഡയറക്ടേഴ്സോ CSR കമ്മിറ്റിയിൽ ഉണ്ടാവണം. പിന്നെ അടുത്തത് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഒരു റെസിഡന്റ് ഉണ്ടാവണം. ഫസ്റ്റില് ആ ഇന്ത്യത്തെ ഒരു റെസിഡന്റ് ഓഫ് ഇന്ത്യ, ഒരു റെസിഡന്റ് ഉണ്ടാവണം. രണ്ടാമത്തത് ഒരു ഫോറിൻ കമ്പനിയിൽ നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവണം. അതായത് നമ്മള് ഒരു CSR ഫോറിൻ കമ്പനി CSR പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യയിൽ നിന്നൊരു റെസിഡന്റ് ആയിട്ട് മിനിമം കമ്മിറ്റിയിൽ ഒരു മെമ്പർ ആയിട്ട് ഇന്ത്യയിൽ നിന്നൊരു റെസിഡന്റ് ആയിട്ട് ഡയറക്ടർ വേണം. പിന്നെ ഫോറിൻ കമ്പനി നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി വേണം. അങ്ങനെ 2 പേഴ്സൺസ്. ഇത്രയുള്ള CSR കമ്മിറ്റിന്റെ കോമ്പോസിഷൻ. അതായത് ഒരു ലിസ്റ്റഡ് പേഴ്സൺ, ഒരു ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 3 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സും പ്ലസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഒരു അൺലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സെയിം. ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 3 2 2 കൂടുതൽ ഡയറക്ടേഴ്സ്.
ഇതാണ് ലിസ്റ്റഡ് കമ്പനീന്റെയും അൺലിസ്റ്റഡ് കമ്പനീന്റെയും പ്രൈവറ്റ് കമ്പനീന്റെയും. ഇനി ഒരു ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ വൺ ഷാൾ ബി സ്പെസിഫൈഡ് അണ്ടർ ക്ലോസ് ഡി ഓഫ് സബ്സെക്ഷൻ 1 സെക്ഷൻ 318 ഓഫ് ദി ആക്ട്, അതായത് റെസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്തത് അനദർ ഷാൾ ബി നോമിനേറ്റഡ് ബൈ ദി ഫോറിൻ കമ്പനി. ഒരു ഫോറിൻ കമ്പനി നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി, അതാണ് അതാണ് CSR കമ്മിറ്റിയിലെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളൊരു CSR കമ്മിറ്റിയിൽ ഒരു നിശ്ചിത എമൗണ്ട് CSRന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞില്ല, അത് എത്രയാണ് നമ്മൾ കണക്കാക്കണം. അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ 2023 20 2021 2021 2022 2022 2023 ഈ കമ്പനിക്ക് ഇപ്പോ ഈ വർഷത്തിൽ ഈ കമ്പനിക്ക് പ്രോഫിറ്റ് 15 കോടിയാ വിചാരിച്ചോ, ഈ വർഷത്തിൽ 16 കോടിയാന്ന് വിചാരിച്ചോ, ഇതിൽ 17 കോടിയാ വിചാരിച്ചോ. അപ്പോ ഇതിന്റെ CSR എക്സ്പെൻഡിച്ചർ നമ്മൾ എങ്ങനെ കമ്മ്യൂട്ട് ചെയ്യാം? 15 പ്ലസ് 16 പ്ലസ് 17/3 ഒരു എമൗണ്ട് കിട്ടും. കാലാകുമ്പോ തീരും. നോക്കാം. ഈ നെറ്റ് പ്രോഫിറ്റിന്റെ 2% ആണ് CSR എക്സ്പെൻഡിച്ചർ. ഇത്രയാണ് CSR എക്സ്പെൻഡിച്ചർ. അതായത് പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ ആവറേജിന്റെ 2% ആണ് CSR എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ കണക്കാക്കുക. മനസ്സിലായില്ലേ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? അതായത് ദി ബോർഡ് ഓഫ് എവറി എലിജിബിൾ കമ്പനി അണ്ടർ സെക്ഷൻ 135 ഷാൽ എൻഷുർ ദാറ്റ് the company spend its financial year at least 2% of average net profit of the company made during 3 immediately preceding financial year, or where the company has not completed the period of 3 financial years since its incorporation during such immediate preceding financial year in pursuance of corporate social responsibility. This amount will be CSR. ഇതിൽ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിസീഡിംഗ് ആയുള്ള 3 വർഷത്തിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ 2% ആണ് CSR എക്സ്പെൻഡിച്ചർ ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. പിന്നെ അടുത്തത് മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മീറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോ പ്രത്യേകിച്ച് പറയില്ല നിങ്ങൾ എപ്പോ എങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് പറയില്ല. പക്ഷെ സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് പറയുന്നത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് മീറ്റ് ചെയ്യണം. അതായത് എന്തായാലും ലോ മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയില്ല, പക്ഷെ സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് പറയുന്നത് നിങ്ങൾ എന്തായാലും CSR കമ്മിറ്റിയിൽ മീറ്റിംഗ് നടത്തുകയും ചെയ്യണം. അടുത്തത് കോറത്തിനെ കുറിച്ച് പറയാണ്. കോറത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് നമ്മൾ കൂട്ടിച്ചേർക്കണം. അതായത് കോറം ഫോർ CSR കമ്മിറ്റി ഷാൾ ബി 1/3 ഓഫ് ഇറ്റ്സ് ടോട്ടൽ സ്ട്രെങ്ത്. അതായത് ഒരു CSR കമ്മിറ്റീന്റെ 1/3 ആൾക്കാർ ഒരു മീറ്റിംഗിന്റെ കോറത്തിൽ പ്രസന്റ് ആയിരിക്കണം. അതാണ് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ മീറ്റിങ്ങിനെ കുറിച്ചിട്ട് ലോ സ്പെസിഫിക് ആയിട്ട് പറയില്ല, നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്യണമെന്ന് ലോ സ്പെസിഫിക് ആയിട്ട് പറയില്ല. പക്ഷെ സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് 1 ഉണ്ട്, സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് 2 ഉണ്ട്. അതേപോലെ സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് പറയുന്നത് നിങ്ങൾ CSR കമ്മിറ്റീന്റെ മീറ്റിംഗ് ഓപ്പൺ ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കോറത്തിനെ കുറിച്ചിട്ടും ലോ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യണം. അതായത് ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ 1/3 ഓഫ് ദ ആക്ടേഴ്സ് കോറത്തിൽ പ്രസന്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കും. എല്ലാ നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനിയും നമ്മൾ രണ്ടാക്കി തരം തിരിച്ചിട്ട് അതിൽ നമ്മൾ കണക്കാക്കേണ്ടത് വെച്ചാൽ എല്ലാ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് CSR എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കൂട്ടാൻ പറ്റില്ല. അതായത് 2% ആണ് നമ്മൾ CSR എക്സ്പെൻഡിച്ചർ ആയിട്ട് പ്രൊഫഷണലി നമ്മൾ കണക്കാക്കുന്നതെങ്കിലും ഈ
നെറ്റ് പ്രോഫിറ്റിൽ കൂട്ടാൻ പറ്റാത്ത ചില എമൗണ്ടുകളുണ്ട്. ഇപ്പൊ ഒരു ഇന്ത്യൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഇൻകം അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഓവർസീസ് ആയിട്ട് എന്തെങ്കിലും, ഇപ്പോ ഇന്ത്യയിലല്ലാതെ ഒരു ഇന്ത്യന്റെ മാപ്പ് അത് ചോദിച്ചോ, ഇപ്പോ USA ഫ്രാൻസ്, ഇവിടൊക്കെ ഈ കമ്പനിക്ക് സബ്സിഡറി കമ്പനി അതേപോലെ ഹോൾഡിംഗ് സബ്സിഡറി കമ്പനീസ് ഉണ്ട് വിചാരിച്ചു. പക്ഷെ ഈ ഇന്ത്യയിൽ എത്രയാണോ ഇവര് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഈ എമൗണ്ടിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കുള്ളൂ. അതായത് നിങ്ങൾ USA നിന്നോ ഫ്രാൻസിൽ നിന്നോ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അതൊന്നും കണക്കാക്കൂല. അതാണ് നെറ്റ് പ്രോഫിറ്റിന്റെ ടോപ്പിക്കിൽ അഡീഷണൽ ആയിട്ട് പറയുന്ന പോയിന്റ്. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് എന്താണ് CSR കമ്മിറ്റിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. To formulate, recommend to the board a CSR policy which would indicate activities to undertaken by company in areas or subjects specified in Schedule 7 of the Act. To recommend the amount of expenditure to be incurred in the activities undertaken in pursuance of CSR policy. To monitor CSR policy of the company from time to time. ഫസ്റ്റിൽ എന്താ പറയുന്നത്, നമ്മൾ CSR കമ്മിറ്റി ഒരു ആക്ടിവിറ്റീനെ ഫോർമുലേറ്റ് ചെയ്യാം. എന്താണ് നമ്മൾ CSR ആക്ടിവിറ്റി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ആർക്ക്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അതാണ് ഫസ്റ്റത്തെ ഇവരെ ഫംഗ്ഷൻ. അതായത് ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് ടു ദി ബോർഡ്. ബോർഡിന് ഒരു CSR ആക്ടിവിറ്റി ഫോർമുലേറ്റ് ചെയ്ത് അത് ബോർഡിന് റെക്കമെൻഡ് ചെയ്യാം. A CSR policy which indicate the activities undertaken by company in areas subject specified in Schedule 7. ഈ ഷെഡ്യൂൾ 7 ഉള്ളിലത്തെ ആക്ടിവിറ്റീസേ ഉള്ളൂ അതിനെ ഫോർമുലേറ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പറ്റൂ. നമ്മൾ ഷെഡ്യൂൾ 7 നേരത്തെ ഇതാണ് ഷെഡ്യൂൾ 7. ഇതിന് കുറച്ചും കൂടി ലിസ്റ്റ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് ബേസിക് ആയിട്ട് ഇത് പഠിച്ചാൽ മതി. ഈ ഷെഡ്യൂൾ 7 ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഫോർമുലേറ്റ് ചെയ്യുക, ഇതിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന പണിയാണ് ആദ്യത്തെ പണി, CSR കമ്മിറ്റീന്റെ ആദ്യത്തെ പണി. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു ആക്ടിവിറ്റീനെ ഫോർമുലേറ്റ് ചെയ്തു, ആ ആക്ടിവിറ്റീനെ ബോർഡിന് റെക്കമെൻഡ് ചെയ്തു, അപ്പോ അതിനൊരു ചെലവ് ഉണ്ടാവില്ലേ? ഏതൊരു ബിസിനസ് നടത്താനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭം നടത്താനും ഏത് ഒരു പരിപാടി നടത്താനും ഒരു ചെലവ് ഉണ്ടാവില്ല. ആ ചെലവ് എന്ത് ചെയ്യും? ആ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. ഇത്ര എമൗണ്ട് ഇതിന് എക്സ്പെൻഡിച്ചർ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തത് ഈ കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തു, പിന്നെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തി ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ചുമതല CSR കമ്മിറ്റിക്ക് ഉണ്ട്. അപ്പോൾ CSR കമ്മിറ്റിന്റെ മൊത്തത്തിലൊരു ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫോർമുലേറ്റ് പ്ലസ് റെക്കമെൻഡേഷൻ. ഇതാണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡ് amount of expenditure for CSR policy activities undertaken for CSR policy. മൂന്നാമത്തേത് മോണിറ്റർ ദി CSR policy. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു CSR കമ്മിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ഫങ്ഷൻസ്. അതായത് ഒരു ഷെഡ്യൂൾ 7 ഒരു ആക്ടിവിറ്റീനെ ഫോർമുലേറ്റ് ചെയ്യുക, അതിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്യുക. രണ്ടാമത്തേത് പറഞ്ഞാൽ ഈ ആക്ടിവിറ്റീനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു, ഇതിന് വരുന്ന ഒരു എക്സ്പെൻഡിച്ചറിനെ CSR പോളിസിന് അണ്ടർടേക്കുന്ന എക്സ്പെൻഡിച്ചറിനെ എത്ര എമൗണ്ട് വരും എന്നുള്ള കാര്യത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തേത് ഈ കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു, അപ്പോൾ ഈ ആക്ടിവിറ്റി ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും. ഇതിനൊക്കെ മൊത്തത്തിൽ എങ്ങനെ ഇത് നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാം. ഇത്രയാണ് ഒരു CSR കമ്മിറ്റിന്റെ റോൾ ആൻഡ് ഫങ്ഷൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗത്ത് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ?
ഏതെങ്കിലും ഭാഗമുണ്ടോ? എന്നാ ഞാൻ ചോദിക്കട്ടെ. നെസ്ല CSR കമ്മിറ്റിന്റെ സെക്ഷൻ പറയും. ഓക്കെ ഓക്കെ. ആർക്കാണിപ്പോ ആജ്മലെ സെഷൻ 135ന്റെ പ്രൊവിഷൻസ് പറയും. ഏതൊക്കെ നെറ്റ് വർത്ത്, പ്രോഫിറ്റ്, ടേൺ ഓവർ, അതിനെ കുറിച്ച് പറയും. അതായത് CSR ആക്ടിവിറ്റീസ് കമ്മിറ്റി രൂപീകരിക്കേണ്ട കമ്പനി ഏതൊക്കെ? നെറ്റ് വർത്ത്, ടേൺ ഓവർ, പ്രോഫിറ്റ്, ഏതൊക്കെ കമ്പനികളാണ് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ടത്? നെറ്റ് വർത്ത് 5 കോടി. പ്രോഫിറ്റ് എത്ര? 5 കോടി. ടേൺ ഓവറോ? നെറ്റ് വർത്ത് എത്ര? 500. ഓക്കെ. ഏതൊക്കെ കമ്പനീസിനാണ് CSR കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യമില്ലാത്തത്? അത് അതിലും അറിയും. അല്ലെങ്കിൽ അതിലല്ലേ? ആദർശല്ലേ? ആദർശം. ഏത് കമ്പനിയാണ് CSR ആക്ടിവിറ്റീസ് കമ്മിറ്റി രൂപീകരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുക്കും? ഓക്കെ. ഓക്കെ. CSR ആക്ടിവിറ്റീസിൽ പെടാത്ത ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെ ഫിസിക്കലി പറയും? ആക്ടിവിറ്റീസിൽ പെടാത്തത് അങ്ങനെയല്ല. അത് എങ്ങനെയാ വെച്ചാല്, നമ്മള് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസിന്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അത് CSR ആക്ടിവിറ്റിയിൽ പെടില്ല. ഞാനൊരു കമ്പനി മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് വിറ്റു, അതൊരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണ്. അത് CSR ആക്ടിവിറ്റിയിൽ പെടില്ല. രണ്ടാമത്തത്, പുറത്ത് ഏത് തരത്തിലുള്ള CSR ആക്ടിവിറ്റീസ് നടത്താലും അത് CSR ആക്ടിവിറ്റീസിൽ പെടില്ല. അതിന് എക്സെപ്ഷൻ ആണ് ഒരു ഇന്ത്യൻ പ്ലെയറിന്, അതായത് ഇന്ത്യൻ ഒരു സ്റ്റേറ്റിനെ, യൂണിയൻ ടെറിട്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്ലെയർ നാഷണൽ അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആണ്. മൂന്നാമത്തേത് പറഞ്ഞാലും എന്താണ്, ഓക്കെ, അവരുടെ എംപ്ലോയീസിന് ബെനിഫിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കാര്യവും CSR ആക്ടിവിറ്റിയിൽ പെടൂല. പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാന്നുണ്ടെങ്കിലും അതും CSR ആക്ടിവിറ്റീസിൽ പെടൂല. ഇത്രേ ഉള്ളൂ. ഇനി നോക്ക് ഇനി ഇമ്പോർട്ടന്റ് പാർട്ട് എന്താ വെച്ചാല്, ഈ 2 ക്വസ്റ്റ്യന് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഗ്രൂപ്പിലിടും. അത് നാളെ നിങ്ങൾ ചെയ്തു തരണം. നാളെ പിന്നെ ഇത് അസൈൻമെന്റ് ചെയ്യാത്തവരെ നാളെ ചെക്ക് ചെയ്യും. നാളെ നേരത്തെ വന്ന് ചെക്ക് ചെയ്യും.